ഇനി നമ്മൾ പോകുന്നത് വീണ്ടും ധനമന്ത്രി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വസതിയിലേക്കാണ്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് പ്രസിൽ നിന്ന് അച്ചടിച്ച ബജറ്റുമായി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഡാൻ കുര്യൻ, അപ്പോൾ ഔദ്യോഗികമായി ഇനി ബജറ്റ് അവതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പതിയെ തുടങ്ങുകയാണ് അല്ലേ? അതായത് ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ട് ടി വീരാന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ, അതോടൊപ്പം ഫിനാൻസ് സെക്രട്ടറി ജയതിലക് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അവരെല്ലാവരും ധനമന്ത്രിയുടെ വസതിയിലുണ്ട്. അല്പസമയത്തിനകം ഈ ബജറ്റ് കോപ്പി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ടും ഉദ്യോഗസ്ഥരും ചേർന്ന് കൈമാറും. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനുശേഷം ഏതാണ്ടൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങാനാണ് സാധ്യത. എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ബജറ്റിന്റെ ഈ പകർപ്പ് കൈപ്പറ്റിയതിനു ശേഷം ഉണ്ടാകുമോ എന്നറിയാനാണ് ഇവരും കാത്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നാടിന്റെ വികസന പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാകും ബജറ്റ് എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബജറ്റ് എങ്ങനെയായിരിക്കുമെന്നതിന്റെ ഒരു സൂചനയായി കൂടി അതിനെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ നാം അതിജീവിച്ചു തുടങ്ങുകയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് ബജറ്റിന് മുന്നോടിയായി പങ്കുവെക്കാനുള്ളതെന്നാണ് കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ഷേമ പദ്ധതികൾക്കും ഒപ്പം വികസന പദ്ധതികൾ കൂടി ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. അതോടൊപ്പം നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞു വെക്കുമ്പോൾ ഏതൊക്കെയാണ് സ്വപ്ന പദ്ധതികൾ, എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം വ്യക്തത കൈവരും. നമ്മൾ നേരത്തെ മുതൽ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഈ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അതിന്റെ തുക വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നതറിയാനുള്ള ഒരു ആകാംക്ഷ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട്. ഇതിനോടകം 62 ലക്ഷം ആളുകൾക്കാണ് സാധാരണക്കാരായ ആളുകൾക്കാണ് ക്ഷേമ പെൻഷന്റെ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുക വീണ്ടും വർദ്ധിപ്പിച്ചാൽ അത് നേരിട്ട് സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യും. പക്ഷേ അതിന് സർക്കാരുണ്ടാക്കുന്ന അധിക ബാധ്യതയായിരുന്നു നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സ്വപ്ന പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഈ രണ്ടാം പിണറായി സർക്കാരിലെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ഉണ്ടാകുമോ എന്നറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ശ്രീജ, അവസാനത്തെ വാചകം അല്പം സ്ട്രൈക്കിംഗ് ആണ്. നമ്മുടെ നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാവുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകും. പക്ഷേ അതിന് സാമ്പത്തിക ഞെരുക്കം അനുവദിക്കുമോ? അവിടെയാണ് അത് രണ്ടും കൂടെ ചേർത്ത് ബാലഗോപാലിനെ പോലെ ഒരു പ്രായോഗികവാദി എന്ത് ചെയ്യും എന്ന് അറിയേണ്ടത്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് വർഷം എന്ന നിലയ്ക്ക് ഇത്തവണ ബാലഗോപാലിന് അല്പം ഭാവനാത്മകമായി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലേ? ശ്രീജ, ഒരു വശത്ത് നികുതി വർധനവിലൂടെ വരുമാനം കണ്ടെത്തുകയും മറുവശത്ത് അത് ജനക്ഷേമ പദ്ധതികളുടെ ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ടാക്ടിക്കൽ മൂവായിരിക്കുമോ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക? അതാണ് അറിയാനുള്ളത്. അതോ ഈ നികുതി അധികമായി വർദ്ധിപ്പിക്കാതെ തന്നെ വരുമാനം കണ്ടെത്തുന്നതിനുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ? അഭ്യൂഹങ്ങളിലൊക്കെ നിറയുന്നത് പോലെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് യൂസർ ഫീ ഈടാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ന് സഭയിലുണ്ടാകുമോ? ഇതൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. അല്പസമയം കൂടെ കാത്തിരിക്കുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരും. എന്തായാലും ധനമന്ത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ നാടിന്റെ വികസനത്തിന് ഉതകുന്ന ജനക്ഷേമ പദ്ധതികൾ നിരവധി ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നത് തീർച്ചയായും ഒരു സൂചന തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെയൊക്കെ സർക്കാരിനൊപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു തന്ത്രങ്ങൾ കൂടി ഈ ബജറ്റിൽ ഉണ്ട് എന്നതിന്റെ സൂചനയായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ശരി, ഡാൻ കുര്യനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായി ഇതിന്റെ ഒരു തുടക്കമാണ്. ഗവൺമെന്റ് പ്രസിൽ നിന്ന് അച്ചടിച്ച ബജറ്റിന്റെ കോപ്പിയുമായി ധനമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇനി ധനമന്ത്രി അത് ഏറ്റുവാങ്ങും. അതിനുശേഷമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് പോവുക. 9 മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ 5ാമത്തെ ബജറ്റ്, ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് കൂടിയാണ്, അതിന്റെ അവതരണം ഉണ്ടാകും. എന്തൊക്കെയാണ് ആ ബജറ്റിലുള്ളത്, ആ കണ്ട ബാഗിൽ എന്തൊക്കെയാണുള്ളത്, അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.